ചേട്ടാ ശരിക്കും ചേട്ടൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്ന് ഇപ്പൊ നല്ലൊരു ആർട്ടിസ്റ്റ് ആയി. ശരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്തില്ലേ കുറെ ജൂനിയർ ആർട്ടിസ്റ്റ്? ഇപ്പൊ ചേട്ടൻ അവരുമായിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്? ഇപ്പോഴും കാണാറുണ്ട്. ഇപ്പോഴും കാണാറുള്ളപ്പോൾ ഞാൻ ഓടി അവരുടെ അടുക്ക് ചെല്ലും. അല്ല അവർ പറയുകയല്ലാണ്ട് കാര്യം അവരെല്ലാവരും എന്നെ ഇപ്പോഴും വിളിക്കാറുണ്ട്. എൻ്റെ പ്രദീപ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഇത്ര പ്രദീപ് ഒരാൾ, അത് ജയസൂര്യ എപ്പോഴും പറയും. ഇപ്പോഴും ഈ കഴിഞ്ഞ ഞങ്ങൾ ആടൊരു ഭീകരജീവിയാണ് ഞങ്ങൾ ഒരുമിച്ച്, ജയസൂര്യയുടെ പടങ്ങളിലും ഞാനുണ്ട് ഇങ്ങനെ. അപ്പോൾ പറഞ്ഞ പ്രദീപ് അന്നും ജയസൂര്യ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട്. അപ്പോൾ ജയസൂര്യ വരും, പ്രദീപേട്ടൻ്റെ ഹാർഡ് വർക്കാണ്. കാര്യം കോട്ടയത്ത് നിന്ന് എറണാകുളത്തു നിന്നുള്ള ഒരു ലൊക്കേഷനിൽ എത്തുന്നതിന് മുമ്പ് കോട്ടയത്ത് നിന്ന് പ്രദീപേട്ടൻ രാവിലെ വരും. അത് നേരാണ്, ഞാൻ മുമ്പേ ആനിയോട് പറഞ്ഞ പോലെ. അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരിക്കൽ എല്ലാം നേടാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് എനിക്ക്. അതാണ് ഞാൻ മക്കളോട്. അതെ, ഒരു കളങ്കമില്ലാത്ത ഒരു മനസ്സ്, ഉള്ളത് നല്ലത് ഉപകാരം ചെയ്യാന്നല്ലാതെ ആർക്കും ഒരു ഉപദ്രവമില്ല. ഇത് പഴഞ്ചൊല്ലിന് ചേട്ടനെ ശരിക്കും ഒരു ഉപമയാക്കാം. അത് സത്യം. ആർക്കല്ലേ ഉപകാരം, നമുക്ക് ആരെയും ഉപദ്രവിക്കാൻ പറ്റിയില്ലെങ്കിലും ചേട്ടൻ എല്ലാവർക്കും ഉപകാരമേ ചെയ്തിട്ടുള്ളൂ അല്ലേ? അപ്പൊ ഞാൻ ഇന്നൊരു കാര്യം ചെയ്യാം. ഞാൻ ചെയ്ത ഒരു ചിക്കൻ ഉണ്ട് ഇന്ന്, ഒത്തിരി ആരോഗ്യപരമായി നോക്കിയൊരു ചിക്കനാണ്. എന്നാ പിന്നെ കഴിച്ചിട്ട് അഭിപ്രായം. ഇടുക്കി തിമിർത്ത് കലക്കി സൂപ്പർ. ഈ ഡയലോഗ് അന്നൂടെ പറഞ്ഞേ. ഏത്? ഇപ്പൊ പറഞ്ഞേ. ഇടുക്കി തിമിർത്ത് കലക്കി അല്ല പിന്നെ സൂപ്പർ. ഇതാണ് സസ്പെൻസ് ആണോ പൊളിച്ചേ? അതാണ് ഞാൻ പൊളിച്ചത്. അതാണ് അവസരത്തിനൊത്ത് ഞാൻ പറയാം നോക്കിയിട്ട്. അഴുക്കാന്ന് ഞാൻ പറഞ്ഞേനെ, പക്ഷെ ഇതെല്ലാം കൊണ്ടും നല്ലൊരു ടേസ്റ്റ്. താങ്ക് യു ചേട്ടാ. ചേട്ടാ ഇതേപോലെ ഞാൻ ചോദിച്ചേ, ചേട്ടനായിട്ട് എന്നതേലും ഡയലോഗിൽ ഡിഫറൻസ് വരുത്താൻ ശ്രമിച്ചിട്ടുണ്ടേ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും? ഓരോ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് ഒരു ഡയറക്ടറിന്റെ വശത്തിൽ നിന്നല്ല, ചേട്ടനായിട്ട് സ്വന്തമായിട്ട് മനസ്സിൽ നിന്ന് ഞാനൊന്ന് ഇടാൻ ശ്രമിക്കാറുണ്ട്. അത് വരുന്നു ഇനിയുള്ള സിനിമകളിൽ കാണാമെന്ന്. തീർച്ചയായിട്ടും, പിന്നെ അത് വേണം. ഇനി നെക്സ്റ്റ് ചേട്ടൻ തമിഴ് ഏതെങ്കിലും ചെയ്തു? അത് കഴിഞ്ഞിട്ട് തമിഴ് തെരി ചെയ്തു, വിജയ് സാറിൻ്റെ കൂടെ തെരി ചെയ്തു. പിന്നെ രാജാറാണി, വിനയ താണ്ടി വരുവായ, നൻപേണ്ട, 3-4 അതെ അത് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. എന്നിട്ട് ഇവിടെ മമ്മൂക്ക, ലാലേട്ടൻ്റെ കൂടെ ഒക്കെ ചെയ്യാനുള്ള ഒരു ഭാഗ്യം. കാര്യം ഇത് ദൂരെ നിന്ന് അവരെ കണ്ടിട്ടുള്ളത്. നോക്കിയിട്ടുണ്ട് ലാലേട്ടൻ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒന്ന് നോക്കി നമ്മളെ വല്ലതും നോക്കാൻ പോകുന്നത് കാര്യത്തിൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ജോലിയുടെ ഭാഗമാണ് അവരുടെ. അപ്പം നമ്മൾ മുമ്പിലൊക്കെ ഒന്ന് ഒന്ന് ശ്രദ്ധ പിടിച്ചു സത്യം അതിനോട് ഓപ്പണായിട്ട് ഞാൻ പറയാം, ഒന്ന് നോക്കിയിരുന്നെങ്കിൽ. ആ ലാലേട്ടൻ്റെ കൂടെ എന്നും എപ്പോഴും അതെല്ലാം ഒന്ന് അഭിനയിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനോട് നന്ദിയല്ലാതെ നമ്മൾ എന്താ പറയുക? സത്യം, അതാണ് ശരിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത്രയും ഒരു സിനിമയെ പ്രണയിച്ച ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പം ആദ്യമായിട്ട് കാണുക. ഉള്ള കാര്യം പറയാം, എന്നും മരണം വരെ അതുണ്ടാവും ആ സിനിമ. സത്യം. ഓരോ ആൾക്കാരും നമ്മൾ സിനിമയെ സ്നേഹിക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്നേഹിക്കണം, എന്നാലേ നമ്മൾ ആ ട്രൂ ഡെഡിക്കേഷൻ ടു ദ ഫിലിം വാട്ട് എവർ ഇറ്റ് മേ ബി, ഏതൊരു സിനിമയായാലും ശരി, ഒരു ജോലി ആയാലും ശരി, ഈവൻ നമ്മളൊരു പാചകം ചെയ്യുമ്പോൾ പോലും നമ്മൾ അത്രയും ഒരു വർക്കിനെ സ്നേഹിക്കുകയാണെങ്കിൽ അത്രയും അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും അല്ലേ? ചേട്ടാ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം ആലോചിച്ചു. ഞാൻ ഈ ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്തെ ചേട്ടൻ വരുമ്പോൾ ഒരു 5 കുസൃതി ചോദ്യം ചോദിക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഒറ്റ കണ്ടീഷനുണ്ട്, എനിക്ക് പെട്ടെന്ന് ഉത്തരം തരണം. പക്ഷെ അതിനകത്ത് ആലോചിക്കാൻ പറ്റിയാല, വിത്തിൻ സെക്കൻഡ്സ് എനിക്ക് മറുപടി തരണം. പെട്ടെന്ന് തരണം. ഇതൊക്കെ ഒരു കുസൃതി അല്ലേ ചേട്ടാ? നല്ല രസമല്ലേ? ചേട്ടൻ വെള്ളം കുടിക്കുന്നു. ചോദിക്കട്ടെ, ചേട്ടനെ ആദ്യമായിട്ട് നേരിൽ കാണാൻ ആഗ്രഹിച്ച ഒരു നടിയാരാ? കാണാൻ ആഗ്രഹിച്ച ഒരു നടി? ജയഭാരതി. 10ാം ക്ലാസ് ഓർമ്മ വന്നു. ഓക്കെ, ഒരു ഇഷ്ടപ്പെട്ട ഒരു പഴഞ്ചൊല്ല് പറയും. ഉള്ളത് കൊണ്ട് ഓണം പോലെ. എന്താ ചേട്ടാ അങ്ങനെ? അത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അനുഭവങ്ങളെല്ലാം. ഓക്കെ, ഏറ്റവും കൂടുതൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ട ഒരു സിനിമ? ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് കണ്ടതാണ്. എല്ലാം 10 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്നാലും എനിക്ക് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. ആക്ഷൻ ഹീറോ ആയിട്ട് അഭിനയിക്കാൻ ഒരു അവസരം വന്നാൽ ഏത് ടൈപ്പ് ഓഫ് ആക്ഷൻ ഹീറോ ആണ് ചേട്ടൻ്റെ മനസ്സിലുള്ളത്? എങ്ങനെ? ഏത് ടൈപ്പ് ഓഫ് ആക്ഷൻ ഹീറോ ആണ്? സുരേഷ് ചേട്ടനുണ്ട്, എനിക്ക് ഇഷ്ടമാണ് നിവിൻ പോളി, ആക്ഷൻ ഹീറോ ബിജു. ഓക്കെ, അപ്പൊ എനിക്ക് സുരേഷ് ചേട്ടനോട് പറയാൻ ഒരു പരിവായി. എല്ലാ കഥാപാത്രങ്ങളും ഇഷ്ടമാണ്. എന്നാലും ചുമ്മാ കേട്ടോ, ചുമ്മാ വന്നപ്പോ തൊട്ട് അങ്ങനെയല്ലേ.
ഇത്രേ ഉള്ളൂ ചോദ്യം. അതിനകത്ത് ഒരു കുസൃതി മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ചേട്ടൻ പെട്ടെന്നൊരു ഉത്തരം പറയുമ്പോൾ ഒരു രസമല്ലേ, അത്രേ ഉള്ളൂ. ചേട്ടൻ പണ്ടെങ്ങാണ്ട് ചേട്ടനെ എനിക്ക് കേട്ടറിവാ, ചേട്ടനെങ്ങാണ്ട് മോനെ അഭിനയിക്കാൻ കൊണ്ടുപോയപ്പം നറുക്ക് വീണത് ചേട്ടനാന്നുള്ളത് ഒരു കഥ കേട്ടിട്ടുണ്ട്. നേരാന്നോ? അതെങ്ങനെ കേട്ടു? നേരത്തെ ഞാനൊന്ന് ചോദ്യം ചോദിച്ചില്ലായിരുന്നു, കുഞ്ഞുനാളെ പിള്ളേരെ വല്ലതും കൊണ്ടുപോയിട്ടുണ്ടോ? അന്നേരം മിണ്ടിയില്ല, പിന്നെ ഉള്ള കാര്യം ചോദിച്ചാ. ചോദിച്ചായിരുന്നു. ആ ചോദിച്ചായിരുന്നു. ഞാൻ മറന്നുപോയിട്ട് ഈ ഇറച്ചിയുടെ ടേസ്റ്റിൽ എനിക്ക് വയ്യ. ആ കഥയെന്ന് പറഞ്ഞു. ആ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേംപ്രകാശ് സാറില്ലേ കോട്ടയം, അവസ്ഥാന്തരങ്ങൾ എന്ന് പറഞ്ഞൊരു സീരിയൽ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ബാലതാരങ്ങൾ ഒരു പയ്യനെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ LIC വരുമ്പോൾ എന്നെ കണ്ടിട്ടുണ്ട്. ഏതാ സാറ് പ്രീമിയം അടയ്ക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് എന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ഓടി ഇറങ്ങി ചെല്ലും. എന്നു വെച്ചാൽ അന്ന് അറിയാലോ, ഒന്നൊന്ന് കണ്ടാൽ മതി. പിന്നെ വർത്താനം കൂടി പറയുകയാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയാൽ ഭയങ്കര സന്തോഷം. അതിൽ കൂടുതൽ പരം വേറെ ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് പറഞ്ഞു, ഞാൻ പറഞ്ഞു എൻ്റെ മോനുണ്ട്. അങ്ങനെ ഞാൻ വീട്ടിൽ ചെല്ലുക സാറിന്. വീട്ടിൽ ചെന്നപ്പോൾ ആ ചെല്ലുന്നതിൻ്റെ തലേന്ന് ആളെ അവരെടുത്തു. വേറൊരു പയ്യൻ വന്നു, അതിനെ എടുത്തു. പറഞ്ഞു, പ്രദീപേ സോറി, ഇത് ആളെ കിട്ടിയല്ലോ, പയ്യനെ കിട്ടി. പിന്നെ ഞങ്ങൾ ഇന്നേരം ഗേറ്റ് വരെ ആയപ്പോഴത്തെ പറഞ്ഞു, പ്രദീപേ ഒരു നിൽക്കുക അവിടെ, പിന്നെ മോനില്ല, അച്ഛന് വേണമെങ്കിൽ ഒരു വേഷം തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് സന്തോഷമായല്ലോ, പക്ഷെ ഞാനത് തമാശയായിട്ടേ കൂട്ടിയുള്ളൂ. കാര്യം ഞാനത് സീരിയസ് ആയിട്ട് എടുത്തില്ല. നേരം അതല്ല, അത് കഴിഞ്ഞ് വിളിച്ചു. ആ ഒരു സീരിയൽ അവസ്ഥാനങ്ങൾ അത് ഞാൻ ചെയ്തു. അതായത് നെടുമുടി വേണിച്ചേട്ടൻ്റെ കൂടെ ഒരു പള്ളി പിരിഞ്ഞ് വരുന്ന രംഗമാണ്. അപ്പോൾ അതിലേക്ക് അടുത്ത വർഷത്തേക്കുള്ള കമ്മിറ്റിയിലൊരു മെമ്പറാണ് ഞാൻ. അപ്പോൾ വേണിച്ചേട്ടനുമായിട്ട് ഡയലോഗുണ്ട്. അപ്പോൾ ചെറിയൊരു സംഭവമായിട്ട് വരുന്നു. അങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻട്രി. പിന്നെ വന്ന് പുറകെ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വന്നു. ചേട്ടൻ ഈ സിനിമയോടുള്ള ക്രേസ് എന്തായാലും ചേട്ടൻ്റെ മേലുദ്യോഗസ്ഥന്മാർക്കൊക്കെ നല്ലോണം അറിയാം. അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. ഞാൻ പറഞ്ഞില്ല, ഓഫീസിൽ എല്ലാവരും ഫുൾ സപ്പോർട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു ഇത് തോന്നിയ കൊളീഗ്സ് ഒക്കെ. അല്ലാതെ ഞാൻ പറഞ്ഞ മേലുദ്യോഗസ്ഥന്മാർ ഇങ്ങനെ നടക്കരുത്, ഓഫീസിൽ ലീവ് എടുക്കരുത്, അങ്ങനെയൊന്നും ശാസിച്ചിട്ടില്ല. ഇല്ല, അങ്ങനെ ഇല്ല. എന്ന് വെച്ചാൽ അവർക്ക് LIC എന്ന് പറഞ്ഞാൽ സ്പോർട്സുകാർക്ക് ഇവർ താല്പര്യമാണ്. ഗായകർ, പിന്നെ ആർട്ടിസ്റ്റ്, അങ്ങനെ എല്ലാ ഫുൾ സപ്പോർട്ടാണ് LIC. അത് കാരണം നമ്മളിങ്ങനെ ഇപ്പം 5 വർഷം കൂടെ ഇനി സർവീസ് ഉള്ളൂ. എന്തായാലും സിനിമ വിടുകയല്ല. അതാ വേണം. സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് ലൊക്കേഷനിലൊക്കെ പോയിട്ടുണ്ടോ? ഓ ഇല്ല, ഒന്നുമില്ല. ഇപ്പം ഷൂട്ടിങ് വരുമ്പോഴത്തേക്ക് പോകുമായിരുന്നു. എവിടെ ഞങ്ങളുടെ ഇവിടെ കുമരകം ഇപ്പുറത്ത് ഇല്ലിക്കൽ എന്ന് പറയുന്നത്. അപ്പം നിലയ്ക്കാത്ത ചലനങ്ങൾ എന്ന് പറഞ്ഞൊരു ഷൂട്ടിങ്. അപ്പം അത് സാർ എന്നും നമ്മുടെ അതിലെയാണ് പോകുന്നത്, കാറയിൽ പോകുന്നത്. അത് എന്നും ഒരു ഓർമ്മയാണ്. അപ്പോൾ ആ പോകുന്ന ഒരു സമയം നമുക്കറിയാം. അപ്പം നമ്മളിങ്ങനെ നോക്കി ഒന്ന് കണ്ടാൽ മതി. അതെന്നും ഈ അടുത്തിടെ വരെ അമ്മ പറയായിരുന്നു, കൊച്ചിലെ അവൻ മധുവിനെ കാണാനായിട്ട് വന്ന് നോക്കി നിൽക്കുമായിരുന്നെന്ന്. അങ്ങനത്തെയൊക്കെ ആ ഒരു ഇഷ്ടമായിരിക്കാം ഇതിലേക്കുള്ള എൻ്റെ കടന്നുവരവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. എന്തായാലും എനിക്ക് തോന്നുന്നു ചേട്ടാ, ഈ വിണ്ണെ താണ്ടി വരുക എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജ് അല്ല, ഒരുപാട് ലാംഗ്വേജിൽ ഹിന്ദി, തെലുങ്ക് ചേട്ടൻ ചെയ്തു. എല്ലാം ഞാൻ തന്നെ. അങ്കിൾ ഞാൻ തന്നെ. മരുമക്കൾ മാറി, അതിനെല്ലാരും പറയാം നായകനും നായികയും മാറി, അമ്മാവൻ മാറിയിട്ടേ ഇല്ല. ചേട്ടാ, നമുക്കിപ്പോ ചേട്ടന് മലയാളത്തിലും ഫാൻസ് ഉണ്ട്, തമിഴിലും ഫാൻസ് ഉണ്ട്. ഈ തമിഴ് ഫാൻസ് ഒക്കെ ചേട്ടനെ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാ? ഇപ്പോഴും അവർക്ക് നല്ല, നമ്മൾ ചെന്നൈയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ തന്നെ അവർ ഓടി വരും. ഞാനവർക്ക് അതിശയിക്കും. ചെന്നൈ സെൻട്രൽ ചെന്ന് ഇറങ്ങുമ്പം എല്ലാ ആൾക്കാരും ചില എനിക്ക് തോന്നുന്നു മലയാളികളെക്കാൾ കൂടുതൽ തമിഴർക്ക് അറിയാവുന്നെന്ന് തോന്നുന്നു. നമ്മൾ അതിശയിച്ചു. മലയാളികൾ എന്ന് പറയുന്നത് അവരങ്ങനെ നോക്കുകയല്ല നമ്മളെ. പക്ഷേ തമിഴ് എന്ന് പറഞ്ഞാൽ അവരങ്ങ് അവർ ഓടി അടുത്ത് വരും. വിനയ് താണ്ടി വരും, രാജാറാണി, വിജയ് സാറിൻ്റെ കൂടെ അഭിനയിച്ചു. അങ്ങനെയൊക്കെ ഓരോരോ അവർക്ക് ആ ഒരു അവരോടുള്ള ആ ഇഷ്ടം നമ്മളോട് കാണിക്കുകയാണ്. ഓക്കെ ചേട്ടൻ, അപ്പൊ സിനിമ ഭയങ്കര ഇഷ്ടമാ. സിനിമ നടന്മാരെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, നടിമാരെ ഇഷ്ടം, അഭിനയിക്കാൻ ഇഷ്ടം, ഇതെല്ലാം ഇഷ്ടമാണ്. ചേട്ടന് പാട്ട് ഇഷ്ടമാണ്? പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. പാടാനൊരു പാട്ട് പാടരുതെന്ന് പ്രത്യേകം പറഞ്ഞാൽ വിട്ടത്. പാടത്തില്ല, അറിയില്ല. പാട്ട് കേൾക്കാനായിട്ട് ചിലപ്പോ കാമുകിയെ കാട്ടിലും പാടിയാൽ ചിലപ്പോ വീട്ടിലാണ് കേട്ടിയല്ലായിരിക്കും. കേട്ടിയല്ല